24-ാം തീയതി വൈകിട്ട് നടക്കുന്ന സാമ്പിൾ വെടിക്കെട്ടിന് വേണ്ടിയുള്ള എല്ലാ കരിമരുന്നുകളും വെടിക്കോപ്പുകളും എത്രയും വേഗത്തിൽ തയ്യാറാക്കുക. അത് തന്നെയാണ് കൂടുതൽ തൊഴിലാളികളെ എത്തിക്കുന്നതിനിടയാക്കിയത്. ഇന്ന് രാവിലെ നാം ഇവിടെ വന്നപ്പോഴും തൊഴിലാളികളുണ്ടായിരുന്നു. ഇന്ന് രാവിലെ ഈ തൊഴിലാളികൾ തന്നെ നമ്മോട് വ്യക്തമാക്കിയത് എത്രയും പെട്ടെന്ന് പണി പൂർത്തിയാക്കണം, നാളെ വൈകിട്ടോടുകൂടി ഇവിടെ നിന്നുള്ള വെടിക്കോപ്പുകൾ തേക്കുംകാട് മൈതാനിയിലേക്ക് വെടിപ്പുരയിലേക്ക് മാറ്റണം എന്നതാണ്. അത് വെച്ച് നോക്കുകയാണെങ്കിൽ ഇവിടെ നാട്ടുകാർ പറഞ്ഞതനുസരിച്ചാണെങ്കിലും പോലീസിൻ്റെയും അതുപോലെ തന്നെ ജില്ലാ കളക്ടറും വ്യക്തമാക്കിയതനുസരിച്ചാണെങ്കിൽ 30ഓളം പേർ ഇവിടെ ഉണ്ടായിരുന്നു, തൊഴിലുണ്ടായിരുന്ന കാര്യം ഉറപ്പിക്കാം. നിലവിലെ കണക്കനുസരിച്ചാണെങ്കിൽ 12 പേർ മരിച്ചു എന്ന് ഇപ്പോൾ മെഡിക്കൽ കോളേജ് അധികൃതർ തന്നെ ഔദ്യോഗികമായി വ്യക്തമാക്കുന്ന 5ഓളം പേരുടെ 70% പൊള്ളലേറ്റിട്ടുണ്ട്. ഇത്തരത്തിൽ ഏകദേശം 25-ലധികം ആളുകൾ ഇപ്പോൾ തന്നെ ആശുപത്രിയിലുണ്ട്. ഈ ലഭിക്കുന്ന കണക്കുകൾ പ്രകാരമാണെങ്കിൽ 30-നും 35-നും ഇടയിൽ ഉണ്ടാകുമെന്നാണ് ഏകദേശം ഊഹിക്കുന്നത്. അതേസമയം അല്പം മുമ്പ് നമ്മോട് പ്രതികരിച്ച ഒരു വ്യക്തി, ഈ സംഭവം നടക്കുമ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന വ്യക്തിയാണ്. അദ്ദേഹം പറഞ്ഞ ഞെട്ടിക്കുന്ന അനുഭവമാണ്. അദ്ദേഹത്തിന് ജീവൻ തിരിച്ചു കിട്ടിയത് അത് ഒരു അത്ഭുതമായിട്ടാണ് അദ്ദേഹം കാണുന്നത്. അത്രയേറെ ആ തിരി ഇടുന്ന, അതായത് ഈ എല്ലാ വെടിക്കോപ്പുകൾക്കും തിരി ഉണ്ടാക്കണം. ആ തിരി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ആളായിരുന്നു നേരത്തെ നമ്മോട് പ്രതികരിച്ചത്. അയാൾ തിരി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ഭാഗത്ത് പെട്ടെന്ന് തീ പിടിക്കുന്നു. അവിടെ നിന്ന് അയാൾ ഓടി രക്ഷപ്പെടുകയായിരുന്നു. അയാളാണ് നേരത്തെ നമ്മോട് പ്രതികരിച്ചത്. അതിഭയാനകമായ ഒരു സാഹചര്യമായിരുന്നു. ഈ ശബ്ദം കേട്ടതിന് സമീപത്ത് നിന്ന് ആദ്യം പുറത്തു വന്ന വീട്ടുകാരനും അവരുടെ വീടിൻ്റെ ജനൽച്ചിലകൾ, ആ പരിസരത്തെ മുഴുവൻ ജനൽച്ചിലകൾ തകർന്ന് ഈ പാടത്തേക്ക് ഓടി വന്നപ്പോൾ നിരവധി ശരീരഭാഗങ്ങൾ നിറയെ ചിതറിക്കിടക്കുന്ന സ്ഥിതി കണ്ടു എന്ന് അദ്ദേഹം നാം വന്ന സമയത്ത് ഏകദേശം 3 മണി സമയത്ത് തന്നെ അദ്ദേഹം നമ്മോട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അതിഭയാനകമായ ഒരു സാഹചര്യം, ഒരു രീതിയിൽ നിയന്ത്രിക്കാൻ കഴിയാത്ത സാഹചര്യം, 2.5 മണിക്കൂറോളം ഒന്നും ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യമാണ് സത്യത്തിലൂടെ നിലനിന്നിരുന്നത്. ആയിരക്കണക്കിന് കിലോ കരിമരുന്ന്, അതുകൊണ്ടുണ്ടാക്കിയ വെടിക്കോപ്പുകൾ, ഇതെല്ലാം കത്തി നശിക്കുന്നത് വരെ ഒന്നും ചെയ്യാൻ കഴിയാതെ നിസ്സഹായരായി നോക്കി നിൽക്കേണ്ടി വന്ന ഒരു സാഹചര്യമാണ് സത്യത്തിലൂടെ സംഭവിച്ചത്. ഒന്നും ചെയ്യാൻ കഴിയില്ല, അകത്തേക്ക് കയറാൻ കഴിയില്ല, ആർക്കും അകത്തേക്ക് കയറാൻ കഴിയില്ല. വെടിക്കോപ്പുകൾ നിന്ന് പൊട്ടുകയായിരുന്നു. നമ്മൾ ഒരു പൂരത്തിൻ്റെ വെടിക്കെട്ട് കാണുന്ന അതേ ദൃശ്യങ്ങളാണ് സത്യത്തിൽ 2.5 മണിക്കൂറോളം ഇവിടെ നടന്നത്. ഇപ്പോഴാണ് ശാന്തമായിരിക്കുന്ന ആളുകൾ, പോലീസും അതുപോലെ തന്നെ ഫയർഫോഴ്സും നാട്ടുകാരും ഇവിടെ മുന്നിൽ തൊഴിലെടുത്ത ആളുകൾ എല്ലാവരും ചേർന്ന് അവിടെ വിശദമായ പരിശോധന നടന്നു വരികയാണ്. മധു, ജേസൺ ചാമോളപ്പിലാണ് വിവരങ്ങൾ നൽകിയത്. ജേസൺ പറഞ്ഞതുപോലെ അത് പൊട്ടിയൊഴിയുന്നത് വരെ നോക്കി നിൽക്കുക മാത്രമേ ചെയ്യാനുണ്ടായിരുന്നുള്ളൂ. ആ ദൃശ്യങ്ങൾ പ്രേക്ഷകർ കാണുമ്പോഴറിയാം എത്രത്തോളം വലിയ പ്രഹരശേഷിയോടുകൂടിയാണ് ആ തെങ്ങിൻ്റെയൊക്കെ മുകൾ തലപ്പിലേക്കാണ്, അതിനും മുകളിലേക്കാണ് തീജ്വാലകൾ ആളിപ്പടരുന്നുണ്ടായിരുന്നത്. അതും ആ പ്രദേശമാകെ 1.5 ഏക്കർ നിന്ന് കത്തുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഒരു മനുഷ്യൻ അടുക്കാൻ പോലും കഴിയുന്ന സാഹചര്യം ഉണ്ടായിരുന്നില്ല. മീറ്ററുകൾക്കപ്പുറത്ത് വീടുകളിൽ നിന്ന് ആളുകൾ ഭയപ്പെട്ടിറങ്ങി ഓടുന്ന സാഹചര്യമാണ് ഉണ്ടായത്. വീടുകൾ തകർന്നു വീഴുകയാണോ എന്ന് ആശങ്കപ്പെട്ടു. ജനൽച്ചിലകൾ, കട്ടിളപ്പാളികളൊക്കെ വലിയ തോതിൽ പൊട്ടിത്തെറിക്കുന്ന സാഹചര്യമുണ്ടായി. സ്വാഭാവികമായും എന്താണ് സംഭവിക്കുന്നത് എന്ന് പോലും മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. ഈ ചില്ല തെറിച്ചു വീണൊരു കുട്ടിക്ക് പരിക്കേറ്റു. മറ്റൊരു കുഞ്ഞ് നേരത്തെ പറയുന്നുണ്ടായിരുന്നു പേടിച്ചുപോയി എന്ന്. ബന്ധുക്കളടക്കം എല്ലാവരും ഇറങ്ങി ഓടുന്ന സാഹചര്യമാണ് ഉണ്ടായത്. വലിയ പ്രഹരശേഷിയോടുകൂടി ആ പാടം മുഴുവനും നിന്ന് കത്തുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ഒരുപക്ഷെ സാമ്പിൾ പരിശോധിക്കുന്നതായിരിക്കാം എന്നൊക്കെയാണ് ആദ്യം വിചാരിച്ചത്. പക്ഷേ പിന്നീട് അങ്ങോട്ട് വലിയ ഉഗ്ര സ്ഫോടനമാണ് ഉണ്ടായത്. ഒന്നും ചെയ്യാൻ കഴിയാതെ ആളുകൾക്ക് അവിടെ നോക്കി നിൽക്കേണ്ടി വന്നു എന്നുള്ളതാണ്. അവർക്കെല്ലാവർക്കും അതിൻ്റെ ഗൗരവ സ്വഭാവം അറിയാം എന്നുള്ളതാണ്. കാരണം എല്ലാ വർഷങ്ങളിലും തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട ഈ വെടിക്കെട്ട് സാമഗ്രികളുടെ നിർമ്മാണം നടക്കുന്ന ഇടമാണ്. അവിടെ